അപ്പൊ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് മെനു മീൽസ് മെനു ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് തട്ടുദോശയാണ്. അപ്പൊ തട്ടുദോശയുടെ മിക്സ് എന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, റെസിപ്പി പറയുമെന്ന്. അപ്പൊ ഞാനിവിടെ തട്ടുദോശയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് റെസിപ്പി ഒന്നും ഇല്ല കേട്ടോ. നമ്മള് ഇഡ്ഡലി ഉണ്ടാക്കുന്ന മാവുണ്ടല്ലോ, ഞാൻ ഇഡ്ഡലിക്കും ദോശയ്ക്കും കൂടെ ഒരുമിച്ചാണ് അരച്ചു വെക്കുന്നത്. അപ്പൊ ഒരു ദിവസം ഇഡ്ഡലി ഉണ്ടാക്കും, ബാക്കി വരുന്ന മാവ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതാണ് നമ്മൾ ദോശയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പൊ അതിലേക്ക് നമ്മൾ ഇഡ്ഡലിയുടെ മാവ് അല്ലല്ലോ, ദോശയ്ക്ക് കുറച്ചും കൂടെ ഒന്ന് ലൂസ് കൺസിസ്റ്റൻസി വേണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്യും, ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യും. ഇനി നമ്മൾ കുറച്ച് ഉലുവപ്പൊടി ചേർക്കും കേട്ടോ. അതിൽ നമ്മൾ ഇഡ്ഡലിക്ക് അരയ്ക്കുമ്പോൾ ഉലുവ ചേർക്കും, എങ്കിൽ കൂടി ദോശയ്ക്ക് കുറച്ചൊരു ഫ്ലേവർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉലുവപ്പൊടി ആഡ് ചെയ്യും. അതിനുശേഷം കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യും കേട്ടോ. ചെറിയൊരു പുളി ഉണ്ടാവുമല്ലോ മാവിന്, നമ്മൾ 2 ദിവസമൊക്കെ ഇരിക്കുമ്പോൾ കുറച്ച് പുളി രസം വരുമല്ലോ, കൂടുതൽ വരും. അപ്പൊ അതൊന്ന് റെഡ്യൂസ് ചെയ്യാനും പിന്നെ ഒരു ഫ്ലേവർ കിട്ടാനും ചെറിയൊരു മധുരമൊക്കെ നല്ലതാണ് കേട്ടോ. ദോശയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അല്പം പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഇതേപോലെ അധികം പരത്താതെ ഇങ്ങനെ ഓരോ കൂടുതൽ ഒഴിച്ചിട്ട് അധികം പരത്താതെ ഇതിങ്ങനെ ഒന്ന് ദോശ ഉണ്ടാക്കി എടുക്കാറാണ് പതിവ് കേട്ടോ. അപ്പൊ തട്ടുദോശ എന്ന് പറഞ്ഞാല് ഒരുപാട് ഇങ്ങനെ നമ്മൾ കട്ടിയിലും അല്ല, അധികം ഇങ്ങനെ പരത്താറുമില്ല. ക്രിസ്പി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തു വിടുമ്പോഴേ ഒരുപാട് ഇങ്ങനെ ഇതായി പോവും, ഉണങ്ങിയ പോലെ ആയി പോവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് കട്ടിയിലാണ് ദോശ ഉണ്ടാക്കുക എന്ന് വെച്ചിട്ട് ഒരുപാട് കട്ടിയിലും അല്ല കേട്ടോ. ഈ ഒരു ദോശ നല്ല ടേസ്റ്റ് ആണെന്ന് ഒരുപാട് കസ്റ്റമേഴ്സ് പറയാറുണ്ട് കേട്ടോ. നമ്മുടെ ചുമന്ന ചട്നി സാമ്പാറൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ദോശയുടെ കൺസിസ്റ്റൻസി കേട്ടോ. അപ്പോ പിന്നെ ഇത് നമ്മളിങ്ങനെ ഈ ദോശയ്ക്ക് ഒരു കുഴപ്പമുണ്ടല്ലോ, ദോശയ്ക്ക് നമ്മൾ ചൂട് കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോവും, ചൂട് കുറച്ച് വെച്ചാൽ ഒരുപാട് താമസിക്കും ഉണ്ടാക്കാനായിട്ട്. അപ്പൊ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. അതേപോലെ ചൂട് ഇങ്ങനെ വല്ലാണ്ട് ചൂടായി കഴിഞ്ഞാൽ നമ്മളിത് ഇതേപോലെ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തിട്ട് ഒന്ന് നല്ല ടർക്കി വെച്ചിട്ട് തുടച്ച് കളഞ്ഞിട്ട് ചൂടൊന്ന് ക്രമീകരിച്ചിട്ട് നമ്മൾ പിന്നെ ദോശ ഉണ്ടാക്കുക. അതല്ലെങ്കിൽ ദോശ വല്ലാണ്ട് കരിഞ്ഞു പോവും. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ എനിക്ക് ഇന്നൊരു 10-70 ദോശ വേണം. അപ്പൊ ദോശ ഉണ്ടാക്കി വെക്കുന്നതോറും സോമചേട്ടൻ ഇവിടെ പാക്കിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു 6:30 ആയിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ ദോശ ഉണ്ടാക്കുന്നുണ്ട്, സോമചേട്ടൻ ഇവിടെ പാക്കിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളുടെ ദോശയുടെ റെസിപ്പി. അപ്പൊ ഒരുപാട് പേരിങ്ങനെ ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോ ഇത് പറഞ്ഞത് കേട്ടോ. അപ്പൊ ദോശ ഏതാണ്ടൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിയാറായിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മളിവിടെ ചട്നി അരച്ചിട്ടുണ്ട്. അപ്പൊ ചട്നിക്ക് ഒന്ന് വറുത്തിട്ട് കൊടുക്കുകയാണ്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുക് ഇട്ട് കൊടുത്തു, ഇനി കുറച്ച് മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഉണക്കമുളക്. ഇനി നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അരച്ചു വെച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇതിൽ അരയ്ക്കാനായിട്ട് കുറച്ച് മുളക് പൊടി, ഉപ്പ്, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ഫൈനായിട്ട് അരയ്ക്കരുത് കേട്ടോ ചട്നിക്ക്, ഒരല്പം തരിയോടുകൂടി തന്നെയാണ് ടേസ്റ്റ്. ഇനി നമ്മളുടെ ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസിയിൽ വെള്ളമൊക്കെ ചേർത്തിട്ട് ഒന്ന് ഇങ്ങനെ പതിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഇങ്ങനെ തിളച്ചിതാവരുത്, അപ്പൊ ഇങ്ങനെ തേങ്ങയൊക്കെ ഇങ്ങനെ വല്ലാണ്ട് പിരിഞ്ഞു പോകും. അപ്പൊ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ചട്നിയൊക്കെ റെഡിയായി. ഇനി നമ്മളിവിടെ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ സാമ്പാറൊന്നും ഞാൻ എപ്പോഴും ഇങ്ങനെ കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കാതിരുന്നത്. അപ്പൊ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടേ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തു വിട്ടു. പിന്നെ ഇതായത് കണ്ടില്ലേ, ഇനിയിപ്പോ യുദ്ധക്കളം പോലെ ആയിട്ടുണ്ട് കേട്ടോ ടേബിൾ ടോപ്പ് ഒക്കെ. നമ്മളിതാ പാക്കിംഗ് മെറ്റീരിയൽസ് ഒക്കെ മാറ്റി വെച്ചു, പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാണ്. പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് നമ്മുടെ ടേബിൾ ടോപ്പും അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടികളൊക്കെ തുടങ്ങാനായിട്ട്. അപ്പൊ ഈ അടുക്കളൊക്കെ ഇങ്ങനെ വൃത്തികേടായിട്ട് കിടന്നാലേ പിന്നെ നമ്മൾ അടുത്ത ഇതിന് കയറുമ്പോഴത്തേക്കും, അടുത്ത ജോലികൾക്ക് വേണ്ടി കയറുമ്പോഴത്തേക്കും നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു സന്തോഷം ഉണ്ടാവില്ല ചെയ്യാനായിട്ട്. അതാണ്, എനിക്കിങ്ങനെ അടുക്കളയൊക്കെ എപ്പോഴും നല്ല വൃത്തിയായിട്ട് കിടക്കണം കേട്ടോ. എനിക്കും അങ്ങനെ തന്നെയാണ്, ചേട്ടനും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞാൻ ചെയ്തില്ലെങ്കിൽ ചേട്ടൻ ചെയ്യും, അങ്ങനെയാണ് കേട്ടോ ഞങ്ങള്. അപ്പൊ ഈ അടുക്കളയുടെ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നന്നായിട്ട് വേർത്ത് കുളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വീണ്ടും ഒന്നും കൂടെ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ മീൽസിന്റെ ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് കയറിയത്. അപ്പൊ നമ്മുടെ മീൽസിന് വേണ്ടിയിട്ട് വീണ്ടും എനിക്ക് സാമ്പാർ ഉണ്ടാക്കേണ്ടി വന്നു. കാരണം പെട്ടെന്ന് തന്നെ ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു, ഒരു 10 പേർക്ക് ഊണ് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്കിവിടെ റെഗുലറായിട്ട് കൊടുക്കുന്നവരുണ്ടല്ലോ, ഒരു 10-15 പേര് അതും ഉണ്ട്. അപ്പൊ ഒരു 10-25 പേർക്ക് ഫുഡ് ഉണ്ടാക്കണം കേട്ടോ. അപ്പൊ ഞാൻ വേഗം തന്നെ കുക്കറിൽ കുറച്ച് സാമ്പാറും കൂടി ഉണ്ടാക്കുകയാണ്. രാവിലെ ഉണ്ടാക്കിയ സാമ്പാർ നമുക്ക് തികയാതെ വന്നപ്പോഴേ. പിന്നെ അതുകൂടാതെ നമ്മള് മത്തങ്ങയും പയർ എരിശ്ശേരിയാണ് കേട്ടോ ഉണ്ടാക്കണേ. അപ്പൊ മത്തങ്ങ അടുപ്പത്ത് വെച്ച് കൊടുത്തു, പയർ ഞാൻ ഇത്തിരി ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ ഇലക്കി ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. അപ്പോഴത്തേക്ക് ഇവിടെ സോമചേട്ടൻ ചോറ് അരി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അരി അങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നു.
അവിടെ നമ്മൾ പയറും മത്തങ്ങയൊക്കെ നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പയറും മത്തങ്ങയൊക്കെ ആകുമ്പോഴേ വേഗം തന്നെ ആവും, അധികം വലിയ താമസമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ വേഗം മത്തങ്ങയും പയറും എരിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേട്ടോ. അവിയലൊക്കെ ആകുമ്പോൾ പിന്നെ നമ്മൾ കഷ്ണങ്ങളൊക്കെ നുറുക്കാനൊക്കെ നമ്മൾ ഒരുപാട് സമയം പിടിക്കുമല്ലോ, ഒക്കെ പെട്ടെന്ന് വന്നൊരു ഓർഡറാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് 8ന്റെ ഒരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മുടെ കറണ്ട് പോയി, പതിവില്ലാതെ ഈ ഒരു സമയത്ത് കറണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അരയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ പെൻഡിങ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോഴേ ഞാൻ ഇതേപോലത്തെ ഒരു ചോപ്പർ 2-3 വർഷം മുന്നേ വാങ്ങിയതാണ് കേട്ടോ. ഒരു എക്സിബിഷൻ ഹാളിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. ഇതുവരെ എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ജീരകമൊക്കെ ഒന്ന് അരച്ചെടുക്കണമല്ലോ എരിശ്ശേരിയിലേക്ക്. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാമെന്ന്. അപ്പം ഞങ്ങളത് എടുക്കുകയാണ് കേട്ടോ. അതെടുത്തിട്ട് ഉപയോഗിക്കാൻ അറിയില്ല, അതെങ്ങനെയാണ് ഉപയോഗിക്കാത്തതുകൊണ്ട് അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊന്നും അറിയില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അപ്പുറത്തെ എൻ്റെ നെയ്ബർ പറഞ്ഞു എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്തപ്പോൾ ഓക്കെ, അത്യാവശ്യമൊക്കെ നമുക്ക് ഒന്ന് ചെയ്തെടുക്കാൻ പറ്റും. സവാള കട്ട് ചെയ്യാനോ അതല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറിയ രീതിയിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ സക്സസ് ആയ ഒരു സന്തോഷമാണ് എൻ്റെ മുഖത്ത് കാണുന്നത്. ഞാൻ കുറച്ച് ജീരകവും തേങ്ങയും കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ ഇപ്പോൾ കണ്ടത് എരിശ്ശേരിയിലേക്ക് വേണ്ടിയിട്ടേ. പിന്നെ നമുക്ക് തേങ്ങ വേണമെങ്കിൽ വെറുതെ ഒന്ന് കൈവച്ചിട്ട് ഞരടിയിട്ടാലും മതി. പക്ഷെ ജീരകം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണമല്ലോ, അതാണ്. അപ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ സാമ്പാറിന്റെ കഷ്ണങ്ങളൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നതിന്റെ ആവിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഫുൾ ആവി പോവാൻ നിന്നാല് ഒരുപാട് ഇങ്ങനെ വല്ലാണ്ട് കുഴഞ്ഞ് കലങ്ങി പോവും മത്തങ്ങയൊക്കെ. അപ്പോൾ അതിനുശേഷം നമ്മൾ വെണ്ടയ്ക്കൊക്കെ ഇട്ട് കൊടുത്തു. അപ്പം ഞാനിതിലേക്ക് വഴുതനങ്ങയും അതേപോലെ നമ്മുടെ മത്തങ്ങയും തക്കാളിയും കൂടിയാണ് കേട്ടോ ഞാൻ ഒരല്പം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ചത്. പരിപ്പ് വെന്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പരിപ്പ് വെന്ത് മാറ്റിയതിന് ശേഷമാണ് കഷ്ണങ്ങൾ വേവിച്ചെടുത്തത്. ഇനി വെണ്ടയ്ക്ക ഇട്ടു, പുളി പിഴിഞ്ഞു, വെണ്ടയ്ക്ക ഇട്ടു. നമ്മൾ മുരിങ്ങക്കോല് നമ്മൾ കുക്കറിലിട്ട് വേവിക്കാറില്ല കേട്ടോ. മുരിങ്ങക്കോല് നമ്മൾ എപ്പോഴും വേറെയാണ് വേവിക്കാറ്. ഒരല്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കും. അപ്പോഴത്തേക്കും നമ്മളിവിടെ മത്തങ്ങയും പയറൊക്കെ റെഡി ആയപ്പോഴേ അതിലേക്ക് നമ്മൾ അരച്ചു വെച്ച അത് കൃഷി ചെയ്ത് വെച്ച തേങ്ങയും ജീരകവും കൂടെ ചേർത്ത് കൊടുത്തു. ഒന്ന് നന്നായിട്ട് തിളച്ചാൽ മതി കേട്ടോ, മത്തങ്ങയും പയറും റെഡി ആവും. അപ്പോഴത്തേക്കും ഇവിടെ വെണ്ടയ്ക്കൊക്കെ ഏതാണ്ട് വെന്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ സാമ്പാർ പൊടി ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സാമ്പാറൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാതെ ഓടിച്ചിങ്ങനെ പോവാണേ. അപ്പോൾ ഒരല്പം ബാലൻസ് പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം ശർക്കരയും കൂടെ ഒന്ന് മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. എനിക്ക് ഈ സാമ്പാറിലേക്ക് ഒരല്പം മധുരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മാത്രമല്ല ഈ കുക്കർ സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതിലെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിങ്ങനെ കുഴഞ്ഞു പോകുമല്ലോ, അത് നല്ല ടേസ്റ്റാണ് കേട്ടോ സാമ്പാറിൽ. അപ്പോഴത്തേക്കും ഞാനിവിടെ മത്തങ്ങയും പയറും എരിശ്ശേരിക്ക് വേണ്ടിയിട്ട് തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അവരിട്ട്. അപ്പോൾ വെളിച്ചക്കുറവുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങയും വറുത്തു അതിൽ മാറ്റി വെച്ചിട്ട് കടുകും മുളകും ഇതൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മത്തങ്ങയും പയറും ഒക്കെ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതൊക്കെ ഒന്ന് ഇരുന്ന് വരുമ്പോഴത്തേക്കും ഒന്ന് സെറ്റായിട്ട് വരും കേട്ടോ. നമ്മൾ സാമ്പാറിനൊക്കെ ഒന്ന് നമുക്ക് വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുക് ഇട്ട് കൊടുത്തു, ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്ത് മൂപ്പിച്ചതിന് ശേഷം ഒരല്പം മല്ലിപ്പൊടി അതേപോലെ തന്നെ നമ്മുടെ സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കും. അതാണ് സാമ്പാർ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നത്, കാണിക്കാറുണ്ടല്ലോ, അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് റെഡി ആവുന്നുണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ മല്ലിപ്പൊടി ചേർക്കാറുണ്ടോ സാമ്പാർ പൊടിയിൽ? അതെനിക്ക് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ, മല്ലിപ്പൊടി ചേർക്കാറുണ്ടോ എന്നുള്ളത്. ഞാൻ പണ്ടൊന്നും ചേർക്കാറുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഞാനത് ആരോ പറഞ്ഞു ഇങ്ങനെ നല്ലതാണ് മല്ലിപ്പൊടി ചേർത്താലെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ വെളിച്ചെണ്ണയിൽ മല്ലിപ്പൊടി മൂപ്പിച്ച് ചേർത്ത് തുടങ്ങിയത്. പക്ഷെ എനിക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടത് കൊണ്ട് സ്ഥിരമായിട്ട് ഞാനിപ്പോൾ അത് അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറ്. മറ്റേത് ഞാൻ സാധാരണയായിട്ട് ഞാൻ സാമ്പാർ പൊടി മാത്രമേ ഉപയോഗിക്കാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ മല്ലിപ്പൊടി ഉപയോഗിക്കാറുണ്ടോ എന്നുള്ളത് എന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. അപ്പൊ നമുക്കിവിടെ തോരൻ ക്യാരറ്റും ഇതും കൂടിയാണ് കേട്ടോ, ക്യാബേജും കൂടിയാണ്. അത് ചോപ്പറിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കറണ്ട് പോണേക്ക് മുമ്പേ അടിച്ചു വെച്ചതാണ് കേട്ടോ. ഭാഗ്യത്തിന് അതെന്തായാലും അടിച്ചു വെച്ച് കഴിഞ്ഞിട്ടാണ് കറണ്ട് പോയത്. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുകും ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്തു, മുളകൊന്ന് മൂപ്പിച്ചു. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് ക്യാബേജ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതൊക്കെ സ്ഥിരമായിട്ട് കേട്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും എന്ന് എനിക്കറിയാം. പക്ഷെ നമ്മൾക്ക് ഇത് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറച്ച് നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇത് ക്യാബേജ് തോരനും റെഡി ആവും കേട്ടോ.
അപ്പോൾ ഏറ്റവും നമുക്ക് ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ് ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ക്യാബേജ് തോരൻ, അതേപോലെ സാമ്പാർ, കുക്കർ സാമ്പാർ, അതേപോലെ എരിശ്ശേരി, മത്തങ്ങയും പയറും എരിശ്ശേരി. പെട്ടെന്നൊക്കെ ഓർഡറുകളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഈസി ആയിട്ടുള്ള ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ ചോറൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് എടുക്കുകയാണ്. കാരണം സമയം ഒരു 11:30 മണി കഴിഞ്ഞിട്ടുണ്ട്. 12 മണിക്ക് മുമ്പ് നമ്മളെല്ലാവർക്കും ഫുഡ് എത്തിക്കണം. അപ്പോൾ നമ്മൾ ചോറൊക്കെ പാക്ക് ചെയ്തു. ഇടയ്ക്ക് ഇവിടെ കൊടുക്കാനുള്ളവർക്കും കൂടെ ഉള്ള ചോറൊക്കെ ഒരു 5 പേർക്ക് ഉള്ള ചോറാണ് കേട്ടോ ഇപ്പോൾ പാക്ക് ചെയ്യണത്. 5 പേർക്ക് കൊടുക്കുന്ന കവറാണ്. അപ്പോൾ അങ്ങനെ അതുമൊക്കെ പാക്ക് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ എന്താ സാമ്പാർ പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ പല പരിപാടികളും ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. സോമൻ ചേട്ടനും ഒക്കെ ഇങ്ങനെ ഓടി നടന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കൊടുക്കാനുള്ളവർക്കും ഒക്കെ ഉള്ള സാമ്പാറുകളൊക്കെ ഞാനിവിടെ പാക്ക് ചെയ്യുകയാണ്. അപ്പോൾ സാമ്പാറൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴും നമ്മളിനി പാക്ക് ചെയ്യണത് തോരനാണ് കേട്ടോ. അപ്പോൾ തോരൻ ഇതേപോലെ ഒരു 10 പേർക്ക് കൊടുക്കാനുള്ള പാക്കിംഗ് ആണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും തോരൻ പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ എരിശ്ശേരിയാണ്, മത്തങ്ങയും പയറും എരിശ്ശേരിയാണ്. ഇത് കണ്ടപ്പോൾ ഒരു ഇത്തിരി ലൂസായ കൺസിസ്റ്റൻസി ആയിരുന്നു. നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം ഒന്ന് ഇടുന്ന് കഴിഞ്ഞപ്പോൾ നല്ല ഡ്രൈ ആയി വന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഇവിടെ സോമൻ ചേട്ടൻ പപ്പടം കാച്ചി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് ജോലികൾ ഇവിടെ ഇങ്ങനെ നല്ല ധൃതിയിൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഫുഡൊക്കെ കൊടുത്തു വിട്ടു. ഇതാ നമ്മുടെ പാത്രങ്ങളൊക്കെ ക്ലിയർ ചെയ്തു. എല്ലാം കഴുകാനായിട്ട് സിങ്കിലേക്ക് എടുത്തിട്ടു. നമ്മളിതാ ടോപ്പൊക്കെ ടേബിളൊക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ടു. ഇനി നമ്മളെ ഒന്ന് എല്ലായിടത്തും ഒന്ന് ഒരു ഡീപ്പ് ക്ലീനിങ് ഉണ്ട്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ ഇതാ ഈ ഒഴിക്കുന്ന ലോഷൻ ഉണ്ടല്ലോ, അത് നല്ല സ്മെല്ലുള്ള ലോഷനാണ് കേട്ടോ. നല്ലൊരു മണമാണത്. അതേപോലെ തന്നെ നന്നായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും. ലാവണ്ടറിന്റെ സ്മെല്ലാണ് കേട്ടോ. നമ്മൾ ഇതേപോലെയൊക്കെ ക്ലീൻ ചെയ്തിട്ടിട്ട് പോയി കഴിഞ്ഞാൽ കയറുമ്പോഴുണ്ടല്ലോ നല്ല ലാവണ്ടറിന്റെ സ്മെല്ലാണ് വരുന്നത്. നന്നായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും. അപ്പോൾ അത് ഞാൻ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും നന്നായിട്ടൊന്ന് വൃത്തിയാക്കി ഇടുന്നുണ്ട്. അതിനുശേഷം നമ്മളിത് അവിടെ ഫ്ലോറൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചൊക്കെ വാരി വൃത്തിയാക്കി ഇടുകയാണ് കേട്ടോ. എന്നെപ്പോലെ ഇങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യണവരുണ്ടല്ലോ, കൂടുതലും സ്പെൻഡ് ചെയ്യണത് നമ്മുടെ കിച്ചണിലാണല്ലോ. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജിയാണ്. നമ്മൾ ഇതേപോലെ എല്ലായിടത്തും നന്നായിട്ടൊക്കെ വൃത്തിയാക്കിയൊക്കെ ഇട്ട് കയറി വരുമ്പോഴേ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. അതല്ലെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു എന്താ പറയുക നെഗറ്റീവ് എനർജി വരും നമ്മൾ വൃത്തികേടായിട്ടൊക്കെ കിടക്കുന്നിടത്ത് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മളെ ഉത്സവമൊക്കെ കഴിഞ്ഞപ്പോഴേ കുറേ സെറ്റ് മുണ്ട് സെറ്റ് സാരികളൊക്കെ ഇങ്ങനെ കഴുകാനുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇങ്ങനെ കുറേശ്ശെയായിട്ട് ഡെയിലി കഴുകിയിടുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ സെറ്റ് മുണ്ടുകളൊക്കെ സ്റ്റാർച്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് സ്റ്റാർച്ച് ചെയ്തിട്ട് ഉണക്കാനിടുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഓരോ ദിവസം എൻ്റെ ജോലികൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ.